അങ്ങനെ ആപ്പിൾ iOS 18.6 അപ്ഡേറ്റ് റിലീസ് ചെയ്തു. കൃത്യം ഒരാഴ്ച 7 ദിവസങ്ങൾ കഴിഞ്ഞേക്കുവാണ്. ഇന്ന് ഓഗസ്റ്റ് 6 ബുധനാഴ്ചയാണ്. കഴിഞ്ഞ ജൂലൈ 28 ആപ്പിൾ iOS 18.6 അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. സോ അന്ന് റിലീസ് ചെയ്ത് ഈ കഴിഞ്ഞ 7 ദിവസത്തെ എൻ്റെ യൂസേജിലും അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരുടെയും ഫീഡ്ബാക്കുകൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ത്രൂ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള യൂസേജിലുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതായത് ബഗ്ഗുകൾ, അതിനുള്ള സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ iOS 18.6 അപ്ഡേറ്റിൻ്റെ റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ഫോളോ അപ്പ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിനോ ഇതിന് മുന്നത്തെ അപ്ഡേറ്റുകളിലോ, കാരണം ഞാൻ കമൻറ്റ് ബോക്സിലും ഞാൻ ഫീഡ്ബാക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തപ്പോഴും നിങ്ങളിൽ ചില യൂസേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിനും ഫ്രീ ആയിട്ടുള്ള ആപ്പിളിൽ നിന്ന് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആപ്പിൾ iPhone 13 സീരീസിനും 14 സീരീസിനും ഫ്രീ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഇഷ്യൂസ് നേരിടുന്നവരും ഇനി നേരിടുന്ന ടെൻഷനുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ആണ്, ഒരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂ അല്ല. അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം അല്ല. ചില യൂസേഴ്സിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കുറേയധികം ദിവസങ്ങൾക്ക് ശേഷമാകാം ഈ ഇഷ്യൂസ് അവരുടെ ഡിവൈസുകൾ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇഷ്യൂ അല്ല. മോർ ഓവർ ഇതൊരു ഹാർഡ്വെയർ ലെവൽ ഇഷ്യൂ ആണ്. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാച്ച് ഓഫ് ഡിസ്പ്ലേ യൂണിറ്റുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഡാമേജാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് iPhone 13 സീരീസിൽ ഉപയോഗിക്കുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് iPhone 14 സീരീസിൽ വന്നേക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ 3 വീഡിയോസ് ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കാം, അതിന് നിങ്ങൾ ചെയ്യേണ്ട 3 മെത്തേഡുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോസ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഇനി ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലേക്ക് വരാം. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. പെർഫോമൻസ് വൈസ് പറയുവാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണ്. യാതൊരു തരത്തിലുള്ള ഹിക്കപ്പോ ലാഗോ കീബോർഡ് ആക്സസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് അങ്ങനത്തെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഈ ഒരാഴ്ചത്തെ യൂസേജിൽ എനിക്ക് പൂർണ്ണമായിട്ടും തോന്നിയൊരു കാര്യം. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് iTunes ഉപയോഗിച്ചിട്ടല്ല, OTA തന്നെയാണ്. ഡിവൈസിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ലഭിച്ചത് 1.07 GB ഈ ഒരു ഫയൽ സൈസിലായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രീവിയസ് അപ്ഡേറ്റിൽ എന്തെങ്കിലും ബഗ്ഗുകളോ പ്രോബ്ലംസോ ഇഷ്യൂസോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഇതുപോലത്തെ അപ്ഡേറ്റ് വരുമ്പം iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടെയും ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് OTA തന്നെയാണ്, ഡിവൈസിൽ തന്നെയാണ്. കാരണം പ്രീവിയസ് അപ്ഡേറ്റിൽ എനിക്ക് അങ്ങനത്തെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബാറ്ററി ഒക്കെ ആണെങ്കിലും ഞാൻ ആ റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ആ ഒരു ആഴ്ചത്തെ സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം പതുക്കെ സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് ആദ്യത്തെ 2-3 ദിവസമെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിൽ ബാറ്ററി ഡ്രെയിനിങ്, ഡിവൈസ് ഓവർ ഹീറ്റ് ആകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് കണ്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് 1-2 ദിവസത്തെ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യല്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഒരാഴ്ച അല്ലെങ്കിൽ മിനിമം ഒരു 3-4 ദിവസമെങ്കിലും ടൈം കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ യൂസേജിനെ വിലയിരുത്തുക. ഇനി നമുക്ക് ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഓവറോൾ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ ബാറ്ററി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ബാറ്ററി ഹെൽത്ത് ഇവിടെ നോർമൽ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 93% ആണ്. സോ എൻ്റെ ബാറ്ററി ഹെൽത്ത് പ്രീവിയസ്ലി ഈ ഒരു അപ്ഡേറ്റിന് മുന്നേയും ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും അതേ ബാറ്ററി ഹെൽത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സൈക്കിൾ കൗണ്ട് 354 സോ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇൻഡെക്സിങ് ശേഷവും വലിയ ചേഞ്ചസോ മാറ്റങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സെയിം ബാറ്ററി ഹെൽത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ്, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഇൻസൈറ്റ് ആൻഡ് സജഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ ലോക്കോ ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഇങ്ങനെ സജഷനായിട്ട് കാണിക്കുന്നു. ഇത് വെറുതെ സജഷനായിട്ട് വരുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതാണ് ഇൻസൈറ്റ്സ് ആൻഡ് സജഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം ഇൻഡെക്സിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതാണ് നമുക്ക് സജഷനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ലോക്കോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് ലഭിക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസൊക്കെ ചേഞ്ച് ചെയ്തിടാം എന്നുള്ളത് അവർ സജഷനായിട്ട് കാണിക്കുന്നതാണ്. ഇനി ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് 90% ആണ്. സോ 90%ൽ എനിക്ക് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു ബാറ്ററി പെർഫോം ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്നലെ എടുത്തു വെച്ചൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അതായത് ചൊവ്വാഴ്ച 9:45 ഞാൻ 90% വരെ ലിമിറ്റ് ചാർജ് ചെയ്തിരുന്നത്.
സോ ഇന്ന് ബുധനാഴ്ച ആയപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ചാർജ് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് 1 മണി 2 മണി ആ ഒരു ടൈമിലാണ് ചാർജ് ചെയ്യാൻ ഞാൻ വീണ്ടും കണക്ട് ചെയ്തത്. 9:45 ചാർജ് ചെയ്യുന്നെടുത്താലും ഞാനൊരു 12:45 അല്ലെങ്കിൽ 1 മണി വരെ ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഐഡിലിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ആ ഗ്രാഫിൽ കാണാം കൃത്യമായിട്ട് യൂസേജ് ഒന്നുമില്ല. സോ ആ ടൈമിൽ ചാർജ് സ്റ്റേബിളായിട്ടാണ് പോയേക്കുന്നത്, ഓൾമോസ്റ്റ് സ്റ്റേബിളായിട്ടാണ് പോയേക്കുന്നത്. പക്ഷേ അതുവരെയുള്ള ആ ഒരു സഡൻ ഡ്രോപ്പ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 90% നിന്ന് ഓൾമോസ്റ്റ് ഒരു 65% വന്നിരിക്കുന്നു. അവിടെ നിന്ന് പതുക്കെ വളരെ ഗ്രാജുവലിയാണ് ആ ഡ്രോപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നത് 50% വന്നത്. ആ ഒരു 50% നിന്നാണ് രാവിലെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 1 മണി 1:30 വരെ ഞാൻ യൂസ് ചെയ്തത്. സോ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പാണ് 16 പ്രോയിൽ. ഓൾമോസ്റ്റ് പല യൂസേഴ്സും ഇതിന് സിമിലർ ആയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അവരുടെ 15 Pro 16 സീരീസിൽ, അതുപോലെ 14 Pro സീരീസിൽ, 13 Pro സീരീസിൽ, 12 ഡിവൈസിൽ, ഇതുപോലെ പല ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന പല യൂസേഴ്സും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കും അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കും തന്നിട്ടുണ്ട്. സോ ആ ഫീഡ്ബാക്സിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്കാണ്. അതോടൊപ്പം കമൻസ് ആയിട്ടും യൂട്യൂബിൽ കമൻസ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും വന്നിട്ടുള്ള ഫീഡ്ബാക്കും കൂടെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ തന്നിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഞാൻ പലതിൻ്റെയും സ്ക്രീൻഷോട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് ഉത്തരം തരണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പലതിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളുടെ യൂസേജ് പോലുള്ള മറ്റൊരാളുടെ യൂസേജ്. അതുകൊണ്ട് ഒരാളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ രീതിയിലാണ്, ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് കരുതി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾക്കും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതേ പ്രോബ്ലംസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. സോ ഇതിൽ ഒന്നാമത്തെ കാര്യം, യൂസേഴ്സ് തന്നിട്ടുള്ള ഫീഡ്ബാക്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാമറ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ടൈമിൽ ആപ്ലിക്കേഷൻ അൺഎക്സ്പെക്റ്റഡ്ലി ക്വിറ്റ് ആകുന്നു. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ക്വിറ്റായി പോകുന്നു. സോ ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ക്വിറ്റിങ് നിങ്ങൾക്ക് ക്യാമറ ആപ്ലിക്കേഷൻ മാത്രമല്ല മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അതിനെല്ലാം മിക്കപ്പോഴും അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. അതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പുതിയ OSും നിങ്ങളുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുമായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ഈ പറഞ്ഞ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നത് ഇതുപോലുള്ള അപ്ഡേറ്റിലൂടെയാണ്. സോ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനും. ഇനി ക്യാമറ ആപ്ലിക്കേഷന് മാത്രമായിട്ടാണ് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ഷട്ട് ഡൗൺ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു പവർ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ഡൗൺ ചെയ്തിട്ട് ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം 1 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ പവർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വോളിയം സ്ലൈഡേഴ്സാണ്. വോളിയം വോക്കേഴ്സ് രണ്ടും പ്രസ് ചെയ്തതിന് ശേഷം പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെയും ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഇഷ്യൂ ക്യാമറ ക്ലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് പല മോഡൽ ഐഫോൺ യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 15 Pro യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, 16 സീരീസിലുള്ള യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ക്യാമറ ക്ലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്ത് ഉടനെ തന്നെ നിങ്ങൾ ഫോട്ടോ പ്രിവ്യൂ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം പ്രോസസ്സിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ആദ്യമേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്ര ക്വാളിറ്റി നമുക്കതിൽ ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളൊരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോസസ്സിങ്, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് വർക്കാവുന്നതും ആ ക്ലാരിറ്റി ഈ പറഞ്ഞ സ്മൂത്ത്നെസ്സും ഒക്കെ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ആകുന്നതും കാണാൻ സാധിക്കും. ചിലപ്പം പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ ആകാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ക്യാമറ യൂസ് ചെയ്തേക്കുക. മിക്കപ്പോഴും ഇത് പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്, അല്ലാതെ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ഇഷ്യൂസോ അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റിയുടെ ഇഷ്യൂവോ കാര്യങ്ങളോ അല്ല. ഇത് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഗ്ലിച്ചുകളാകാം. സോ ഇങ്ങനത്തെ റീസ്റ്റാർട്ടിലൂടെ അത് സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പൊതുവേ സാധിക്കുന്നതാണ്. ഇനി അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ക്യാമറ കറക്റ്റായിട്ട് ഡിജിറ്റൽ സൂമിംഗ് അല്ല, പക്ക ഒപ്റ്റിക്കൽ സൂം തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇതിൽ നമുക്ക് 0.5 ഉണ്ട്. അതെന്ന് പറയുന്നത് അൾട്രാ വൈഡ് നമ്മളുടെ സെൻസർ തന്നെയാണ്, സെൻസർ റീഡ് ഔട്ടാണ് വരുന്നത്. ഈ 1x എന്ന് പറയുന്നതും അതും ഒരു സെൻസറാണ്. എന്നാൽ ഇതിനകത്തുള്ള 2x എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്രോപ്പാണ്. ഈ ഡിജിറ്റൽ ക്രോപ്പിൽ എടുക്കുന്ന ഫോട്ടോയും ഒപ്റ്റിക്കൽ സൂമിൽ എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 5x തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തുക. അങ്ങോട്ടോ 5xന് താഴേക്കോ അങ്ങോട്ട് മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ ഇത് ഡിജിറ്റൽ സൂമാണ്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
3 ഐഫോണിൻ്റെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കാറുള്ള കാര്യങ്ങളാണ്. ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആയിട്ടുണ്ട്, ബാറ്ററിയുടെ പെർഫോമൻസ്, ബാറ്ററിയുടെ ഹീറ്റിംഗ്, ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നില്ല. സോ ബാറ്ററി ഹെൽത്തിൽ നിന്ന് തുടങ്ങാം. ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നത്, അപ്ഡേറ്റ് വന്നു, അതിനുശേഷം ഇൻഡെക്സിങ് നടന്നു, അതിനുശേഷം ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നത് അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. 2 ബാറ്ററി പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വർക്കാകുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ്, ജനറൽസ് ഏറ്റവും താഴെ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇത്. നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വൈഫൈ ഡേറ്റ, അതായത് വൈഫൈയുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവസി സെറ്റിങ്സ്, ഇതിനകത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്തേക്കുന്ന എല്ലാ ഓപ്ഷൻസും, എല്ലാ സെറ്റിങ്സും ഇതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് മാറുന്നതാണ്. സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എന്തൊക്കെ ഓപ്ഷൻസാണ് നിങ്ങൾ മാറ്റി വെച്ചേക്കുന്നത് എന്നുള്ളത്. ഈ റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 2 ദിവസമെങ്കിലും ടൈം കൊടുക്കുക ബാറ്ററി ഒന്ന് കാലിബ്രേറ്റ് ആയി വരാൻ. അതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് പതുക്കെ ലഭിക്കുന്നതാണ്. പഴയ ആ ഒരു പെർഫോമൻസ് തിരികെ വരുന്നതായിരിക്കും. ഇതേ സെയിം മെത്തേഡിലൂടെ നമുക്ക് ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂവിനെയും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ചസ്, നിരവധി സെക്യൂരിറ്റി പാച്ചസ് ആണ്. ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്. 30-ലധികം വരുന്ന സെക്യൂരിറ്റി പാച്ചസ് ആണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഒറ്റ കാരണം മാത്രം മതി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ iOS 18.6 ഇസ് എ സ്മൂത്ത് അപ്ഡേറ്റ്. കാരണം iOS 26 അടുത്ത മാസം നമുക്ക് റിലീസ് ചെയ്യുവാണ്. സെപ്റ്റംബർ പകുതിയോടെ നമുക്ക് iOS 26 ലഭിക്കും. അതിലേക്കുള്ള ഒരു സ്മൂത്ത് ട്രാൻസിഷൻ എന്നുള്ള രീതിയിലാണ് ആപ്പിൾ iOS 18.6 കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ബാറ്ററി വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും സെക്യൂരിറ്റി പരമാണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് ആണ് iOS 18 ലൈനപ്പിൽ. സോ ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ്. സോ ഇതുവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ പീസ്.